നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കടലക്കറി ആണല്ലോ കാണുന്നത്, പക്ഷെ ഇതെങ്ങനെ ഈസി ആകും, കടലക്കറി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു കടലക്കറി ഒരു 10 മിനിറ്റ് കൊണ്ട് അമ്മ കടലക്കറി ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ അമ്മേ? കാരണം എന്താ വെച്ചാല് നമ്മുടെ വെന്റിലേഷൻ ജനലിലൂടെ നോക്കിയാൽ അറിയാം നേരം വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടാണ് പുറത്ത്. എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി നേരത്തെ ഒന്നും അല്ലോട്ടോ ഇന്ന് എഴുന്നേറ്റ്, ഇന്ന് ഇച്ചിരി താമസിച്ചു. ഇപ്പൊ സമയം എത്രയും 6 മണിയായി അല്ലേ, 6 ആവാറായിട്ടുണ്ട്. അപ്പൊ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് പോണം. അപ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി റെഡിയാകും. ഇതൊരു ഈസി കടലക്കറി. അപ്പൊ അമ്മ അതിനകത്ത് കടല ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടു അല്ലേ അമ്മ? വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട കടലയാട്ടോ. ഇതൊരു 2 പിടുത്തം കടല കാണും അല്ലേ അമ്മ? ഒരു ഗ്ലാസ് കടലയുണ്ട്. ഒരു ഗ്ലാസ് അല്ലേ? ഒരു ഗ്ലാസ് കടലയുണ്ട്. അപ്പൊ ഈ കടലക്കറിയുടെ പ്രത്യേകത ഇത് നമ്മള് 200 കടലക്കറി അല്ലേ, ഉച്ചക്ക് ചോറിനൊക്കെ വേണമെങ്കിൽ. ആക്ച്വലി ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറിന് കൊണ്ടുപോകണം ഈ കടലക്കറി ആയിട്ട് കൊണ്ടുപോകണം. വേറൊരു കറിയും കൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് അതാണ് എടുക്കണേ. അപ്പൊ ഇത് 2 സബോള അമ്മത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടലക്കറിക്ക് വേണ്ടിട്ട്. ഇതൊരു ഇച്ചിരി കനത്തിൽ അരിഞ്ഞേക്കണം അല്ലേ അമ്മ? യെസ്, അതായത് കുഞ്ഞതായിട്ടല്ല കേട്ടോ അരിഞ്ഞേക്കണം, ഇച്ചിരി കനത്തിൽ അരിഞ്ഞ സബോളയുണ്ട്. പിന്നെ ഒരു തേങ്ങയുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ 2 മുറി തേങ്ങ കാണാം. കാരണം എന്താ വെച്ചാൽ കടലക്കറിയുടെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ്. യെസ്, അപ്പൊ കുറച്ച് പുട്ടിനുള്ള തേങ്ങയുണ്ട്. പിന്നെ ഇത് കടലക്കകത്ത് കുത്തിയിടാനായിട്ട്, എന്നാലാണ് കടലക്കറിക്ക് നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കണേ. അപ്പൊ നമ്മൾക്ക് എങ്ങനെ 10 മിനിറ്റിൽ കടലക്കറി ഉണ്ടാക്കുമെന്ന് കാണാം. അപ്പൊ ഇപ്പൊ അമ്മ ഇത് കഴുകാൻ പോവല്ലേ? ഓൾറെഡി ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തത്. എന്നാലും രാവിലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാൻ പോവാട്ടോ. അപ്പൊ നമ്മുടെ സബോള അരിഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മൾ വെച്ചിരുന്ന കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, 1 മുറി തേങ്ങ ഫുള്ളൊന്നും എടുത്തില്ല കേട്ടോ. അതിനകത്ത് ഒരു 3-4 പൂള് നമ്മൾ അത് തന്നെ പൂളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ കടലക്കറിക്കകത്ത് ബീഫ് കറിക്കകത്ത് ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇടുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇവിടെ നല്ല നാടൻ രീതിയിലുള്ള കേരള ബീഫ് പെരളൻ അല്ല, ബീഫ് ഫ്രൈക്കകത്ത് അല്ലെ, ബീഫ് ഫ്രൈ കടല കറി ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ തേങ്ങാക്കൊത്തിടും. അപ്പൊ നമ്മൾ തേങ്ങാക്കൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്ത് അമ്മ കടല കഴുകി കുക്കറിൽ കഴുകിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കണം, അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ തേങ്ങ അതിലേക്ക് വാരിയിട്ട് ഇങ്ങനെ വേണേ. ഇതിന് പ്രത്യേകിച്ച് 10 മിനിറ്റ് കറിയാവും കേട്ടോ. ഓക്കെ, വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് വറുത്തരച്ച കടലക്കറിയാണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ വറുത്തരച്ച കടലക്കറി 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ? അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈസി ടെക്നിക്ക്. ഇനി നിങ്ങൾ ഓഫീസിൽ പോണ സമയത്തോ സ്കൂളിൽ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ വറുത്തരച്ച കടലക്കറി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ വറുത്തരച്ച്, അത് തന്നെ തേങ്ങ വറുത്തരച്ച് സാധാരണ ഉണ്ടാക്കാൻ ഭയങ്കര പാടില്ലേ രാവിലെ? തേങ്ങ വറുത്തരക്കാനൊക്കെ പാടാ. പക്ഷെങ്കിൽ അതൊരു പാടില്ല, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണം. എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതിന്റെ അകത്തേക്ക് എന്നാ ഇട്ടമ്മേ? മഞ്ഞപ്പൊടി. ഓക്കെ, ഒരു 1/4 സ്പൂൺ അല്ലെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം എടുത്തോണ്ട് വെച്ചാണ് കടലക്കറിയുടെ വെള്ളം കേട്ടോ, അല്ല കടലക്കറി ഉണ്ടാക്കാനുള്ള വെള്ളം. അപ്പൊ നമുക്ക് ഉപ്പിടാം. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ടിനി കടലക്കൊന്ന് ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പിട്ട് അപ്പൊ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ അതിന്റെ കൂടെ ഇടുക. അമ്മ മുളക് പൊടി ഇടണം അമ്മേന്റെ അകത്ത്? ഇപ്പൊ മുളക് പൊടി വേറെ ഒന്നുമില്ല കേട്ടോ വേറെ. അപ്പൊ കറിവേപ്പില ഇട്ട്, പച്ചമുളക് ഒന്നും ഇടുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. നേരത്തെ വെള്ളം ഒഴിച്ചില്ല അമ്മ? ഓക്കെ, നേരത്തെ വെള്ളം കൂടി ഒഴിച്ചിട്ട് എന്തായാലും കുക്കറിൽ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് അടുത്ത നമ്മുടെ പുട്ടുണ്ടാക്കാം അല്ലേ അമ്മ? അപ്പൊ ഇത് കടലക്കറി അടുപ്പിലേക്ക് ഇരിക്കും, പുട്ടും ഒപ്പം തന്നെ ഇപ്പൊ റെഡിയാവും. നമ്മളിത് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തു. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് മാത്രമുള്ള പുട്ട് കൊണ്ടാണ്, പക്ഷെ 1.5 തവി പുട്ടിന്റെ പൊടിയൊന്നും ഞാൻ കഴിക്കാൻ തോന്നാനുള്ള. എന്തായാലും ഉണ്ടാക്കുമ്പോ അങ്ങ് ഉണ്ടാക്കും അല്ലേ? നനയ്ക്കുമല്ലേ. അപ്പൊ തേങ്ങയൊക്കെ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് പുട്ടുപൊടിക്കകത്ത്. ഇവിടെ പുട്ടുപൊടി കുഴക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. കടല അവിടെ ഇരുന്ന് വിസിലടിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ പുട്ട് കുഴക്കുന്നത്. അപ്പൊ നമ്മളെ പുട്ട് കുഴക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മ പുട്ടുപൊടി കുഴക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പൊടിച്ച പൊടി കേട്ടോ. ഒരു 6 വിസിലോളം ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിൽ. കടല ഓഫ് ചെയ്ത് വെച്ചേക്കുക. പുട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ബാക്കി കടലക്കറി ഇപ്പൊ ടപ്പേന്ന് കടലക്കറി ഉണ്ടാക്കും അല്ലേ?
അപ്പൊ ഇത് നമ്മുടെ പുട്ടുപൊടി അങ്ങനെ കുഴഞ്ഞു കഴിയുമേ ഇച്ചിരൂടെ നനയണം. നനയണം അല്ലെ? ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുമോ എന്നിട്ട്? ഇപ്പൊ തട്ടിപ്പൊട്ടുന്നില്ല, സമയമില്ല. അപ്പൊ നമ്മളിത് കുക്കറിലാട്ടോ പുട്ടും ഉണ്ടാക്കണം. നമ്മുടെ വേറൊരു കുക്കർ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് പുട്ടൊക്കെ കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുട്ട് നമ്മൾ കോരിയിടുവാണ്. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രാവിലെ കേട്ടോ. ഇവിടെ വേറൊരു കുറ്റിയുണ്ട്, നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. കുറെ ഞങ്ങൾ പുട്ടുണ്ടാക്കിയിട്ട്. അതെന്നാ വെച്ചാൽ നമ്മൾ ഈ അടുക്കളയൊക്കെ ഇന്നാൾ പെയിന്റ് അടിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാം കൂടെ ഞാനിവിടെ അച്ഛനും അമ്മയും ഇല്ലാന്നല്ലോ. അപ്പൊ ഞാനെല്ലാം വാരിപ്പിറക്കി ഇവിടുത്തെ എന്താകുമ്പോൾ കുറെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയോ പുട്ട് കുറ്റി പോയി. അപ്പൊ കുഞ്ഞി പുട്ടില്ല, നമ്മുടെ ചെറുക്കപ്പുട്ട്, അതിന്റെ കുറ്റിയാണേ. അപ്പൊ അതാകുമ്പോ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടം അതിലുണ്ടാക്കണം കേട്ടോ. പക്ഷെ നാടൻ പുട്ട് നിങ്ങൾ ഓർക്കണില്ലേ, പണ്ട് നമ്മുടെ ചായക്കടയിലൊക്കെ ഇങ്ങനെ പുട്ടിങ്ങനെ കുത്തി 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 ചില്ലിന്റെ അലമാരിക്കല്ലേ പണ്ട് പുട്ടുണ്ടാക്കുന്നത് നമ്മൾ മുളംകുറ്റിയെ കയറി ചുറ്റി. ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ. മുളംകുറ്റിയിൽ കയറി ചുറ്റിയിട്ട് കടത്തിന്റെ വായി വെച്ചിട്ട്. അത് പുട്ടുകൂടം തന്നെയുണ്ട്. നമുക്കിവിടെ പുട്ടുകൂടം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മള് കുക്കറിൽ ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ പുട്ട് കുടത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അടുപ്പേ വെക്കാം. അപ്പൊ ഈ ഒരു കുറ്റി പുട്ട് മാത്രമേ ഇപ്പൊ ഉണ്ടാക്കണുള്ളൂ, എനിക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം. എന്താണെന്നറിയാവോ, നമ്മുടെ കടലക്കറി ടെക്നിക്കാണ് കേട്ടോ ഇത്. വറുത്തരച്ച കടലക്കറി 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതിന്റെ ടെക്നിക്ക് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ തേങ്ങ നേരത്തെ വറുത്തരച്ച് വെച്ചതാണ്. ഇതിന്റെ അകത്ത് ഇവിടെ കുറച്ച് ഉണക്കത്തേങ്ങ കിടന്നായിരുന്നു. അപ്പൊ ഞാൻ അതെന്നെ കാണിച്ച് പൊതിച്ചിട്ട് അതെല്ലാം ചുരണ്ടി അരച്ച് 1 മാസമായി ഇത് വറുത്തരച്ച് വെച്ചിട്ട്. ഇത് നിറച്ചുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കറിക്കൊക്കെ എടുത്ത് തീരാറായി. ഇനിയിപ്പോ 2 കറിക്കൂടെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയുമോ, ഇതിൽ ഉണങ്ങിയ തേങ്ങയൊക്കെ കിടപ്പുണ്ടെങ്കിൽ പൊട്ടിച്ച് ഒട്ടും വെള്ളം തൊടരുത് കേട്ടോ. വെള്ളം തൊട്ടാൽ കനപ്പിയ വരും. അപ്പൊ ഒരു കാര്യമുണ്ടല്ലോ, മിക്സിക്ക് അരച്ച നടപടി ഉണ്ടാകത്തില്ല അല്ലെ? മിക്സിയിൽ ഞാനിത് മിക്സിയിൽ അരച്ചതാണ്. നല്ലപോലെ തണുത്ത് കഴിയുമ്പോ മിക്സിയിൽ അങ്ങ് അരയ്ക്കുമ്പോ ഉണ്ടല്ലോ എണ്ണ തെളിഞ്ഞു വരും ഇതിന്റെ. മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരഞ്ഞു കിട്ടും. മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരച്ചതാ. പക്ഷെ വേറെ കാര്യം, എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു മിക്സിയിൽ വെള്ളം തൊടാതെ അരയ്ക്കാൻ പറ്റുമെന്ന്. ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അങ്ങനെയല്ല, വെള്ളം തൊടാതെ തേങ്ങയൊക്കെ മിക്സിക്കകത്ത് അരച്ചെടുക്കാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ശരിയല്ലേ? ശരി, ഇത് വെള്ളം തൊടാതെ അരച്ചാ മിക്സിക്കകത്ത് 1 മാസമായത് ഇത് അരച്ചു വെച്ചിട്ട്. ഇനി നമുക്ക് 2 കറിക്കും കൂടെ. ഇത് എണ്ണയാണോ തെളിഞ്ഞ? എണ്ണയാ തെളിഞ്ഞ വെള്ളം അല്ലാട്ടോ, ഇത് എണ്ണയാണ്. തേങ്ങയ്ക്കകത്ത് എണ്ണയാണ് തെളിഞ്ഞ. അല്ല, വെള്ളം വരുമ്പോ കനപ്പിയ വെക്കും. അപ്പൊ ഇത് 1 മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ശരിയാ, നമ്മൾ ഇതിനെ ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. ഇതിനൊരു പാത്രം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ. അപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ വറുത്തരക്കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിക്കറി വെച്ചു, കടലക്കറി വെച്ചു, പിന്നെ വേറെ എന്തോ കറിക്കൊക്കെ അങ്ങനെ ചേർന്ന് നിറച്ചായിരുന്നു ഇത്. ഇനി 2-3 തേങ്ങ കിടപ്പുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ ഞെട്ടിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര താമസമാണല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഓർക്കും. അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഓഫീസിൽ പോകാനോ പിള്ളേർക്ക് സ്കൂളിൽ വിടാനൊക്കെ വറുത്തരക്കറി വേണമെങ്കിൽ ഞൊടിയിടയിൽ അവധി ദിവസം റെഡിയാക്കി വെച്ചാൽ ഞൊടിയിടയിൽ നിങ്ങൾക്ക് വറുത്തരക്കറി ഉണ്ടാക്കാം. പിന്നെ ഒരു കോഴിയോ ബീഫോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ വറുത്തരച്ച് ചേർക്കാം അല്ലേ അമ്മേ? അടുപ്പ വെച്ചോമേ. അങ്ങനെയൊക്കെ ചേർക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ അമ്മേ? എളുപ്പമാണ്. അപ്പൊ ആൾക്കാർക്ക് ഒരു നല്ലൊരു ഐഡിയ കേട്ടോ ഇത്. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ സത്യത്തില് ഓണം റെസിപ്പി ചെയ്യുന്ന സമയത്ത് ചെയ്യാറല്ലേ അമ്മേ? ഓണത്തിന് നമുക്ക് കുറെ വറുത്തരക്കറികൾ ഉണ്ടല്ലോ ഓണത്തിന്. അതായത് ഉള്ളിത്തീയല് അല്ലെ, ഇഞ്ചിക്കറി, പിന്നെ കൂട്ടുകറി അല്ലെ, ഇതിനൊക്കെ വറുത്തരയ്ക്കാൻ നമുക്ക് ഭയങ്കര പാടായിരുന്നു. അതാണ് നമ്മൾ ഒന്നിച്ചതുപോലെ വറുത്തരച്ച് നേരത്തെ വെക്കും. നമ്മുടെ ഇത് അടുപ്പേ വെച്ചിട്ടുണ്ട്. കടുക് വറക്കാനുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഒത്തിരി പേരുണ്ട് നിങ്ങൾ ഒത്തിരി വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് വൈഡ് ആംഗിളിലായിട്ട് എടുക്കുന്നത്. നമ്മൾ ഭയങ്കര എക്സ്ട്രീം ക്ലോസപ്പിൽ എടുക്കുമ്പോൾ പാത്രത്തിൽ ഒത്തിരി ഉള്ള പോലെ തോന്നുന്നതാണ്. പിന്നെ വറുത്തരക്കറിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാല് കുറച്ച് മതി ഇല്ലമ്മേ? എന്താണ് വെളിച്ചെണ്ണ. കാരണം ആ തേങ്ങയിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞ ഗുണമുണ്ടോ ടപ്പേന്ന് പോകുന്നത്. കാരണം സമയം ഉള്ളി അങ്ങിടാ. ഓക്കെ, അടു പൊട്ടിക്കും. ഇത് നമ്മുടെ വെന്റിലേഷൻ ജനലോട് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ നേരം വെളുത്താൽ നമുക്ക് പെട്ടെന്ന് പോവാം. അമ്മ പുട്ട് കുത്തുന്ന സംഭവം കിട്ടിയായിരുന്നു. ഞാനിവിടെ നമ്മുടെ കടുകൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മള് കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിരിയമ്പളമാണിത്. അതെന്താ ഇടുമോ? 1 സ്പൂൺ പിരിയമ്പളവും കൂടി ഇട്ടു കേട്ടോ. 1 സ്പൂൺ പിരിയമ്പളവും 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി നമ്മൾ കടലയിൽ ഇട്ടു, അതുകൊണ്ട് ഇതിൽ ഇടത്തില്ല. മൂക്കട്ടെ, ജസ്റ്റ് അതൊന്ന് മൂക്കണം. അപ്പൊ നോക്കി എന്തൊരു ഈസിയാന്നറിയോ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. നമ്മള് കടല അടുപ്പ വെച്ച് ഒന്നിച്ച് വേവിച്ചു. ഇത് കടുക് പൊട്ടിച്ചിട്ടു. വെന്തു അല്ലെ? വെന്ത കടല നമ്മൾ ഇതിലേക്ക് ഒഴിക്കുവാണ്. കടലയും അതിന്റെ ചാറും എല്ലാം കൂടെ കൂടി നമ്മൾ കടലയും തേങ്ങാക്കൊത്തൊക്കെ ഇതിലാട്ട് ഇട്ടത് ഇട്ട് വേവിച്ച് അതിലേക്ക് ഇട്ടു. ഇപ്പൊ തന്നെ കടലക്കറി ആകും. പക്ഷെ കടലക്കറി ഇങ്ങനെയായിട്ട് തിളപ്പിച്ചാൽ മാത്രം പോരാട്ടാ. കടലക്കറിയുടെ പരിപാടി തീർന്നില്ല അല്ലേ? തീർന്നില്ല, തേങ്ങ ചേർക്കണം.
ഇതിനകത്ത് കിടന്നൊന്ന് വേവണം ഇത്. നിങ്ങൾ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് രാവിലെ പോകാനുള്ള തിരക്കുള്ളത് കൊണ്ടാണ് പറയുന്നത് സ്പീഡിലായി പോകുന്നത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വെന്റിലേഷൻ ചാനലിലേക്ക് ഇങ്ങനെ നോക്കുകയെ, കാരണം നേരം എടുത്തോ നോക്കും. വെട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാവും, കാരണം വെച്ചാൽ ഞാൻ താമസിച്ചു പോകത്തില്ല. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് സ്പീഡിൽ പറയണത്. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ വളവളാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്ന് പറയരുതേ, കാരണം പോകാനുള്ള തിരക്ക് കൊണ്ടാണ്. രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അറിയാം, നമ്മളെല്ലാം തിരക്ക് പിടിച്ചാണ് പോണേ. ഇതെന്നെ മസാലപ്പൊടി, ഗരം മസാല, നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയാണ് കേട്ടോ. അതൊരു അര അല്ലേ, അര കുറച്ചല്ല ഉള്ളു. അപ്പൊ ഗരം മസാല കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇനി എന്നാ ചെയ്യണം, വറുത്തരച്ച് വെച്ച തേങ്ങ. യെസ്, വറുത്തരച്ച് സ്പൂണ് അല്ലേ, വറുത്തരച്ച് വെച്ചതേ നമ്മുടെ ഗരം മസാല ഒന്ന് കാണിച്ചെടുക്കണം. കണ്ടത് ഇങ്ങനെ കോരി ഇങ്ങെടുത്തു, കണ്ടോ, അതിലേക്ക് ഇട്ട്, കണ്ടോ നമ്മുടെ വറുത്തരയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ കടലക്കറി ഉണ്ടാക്കാനായിട്ട് വറുത്തരച്ച കടലക്കറി നമുക്ക് 10 മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ ഒട്ടും സമയമായില്ല, നമ്മള് പുട്ട് ഉണ്ടാക്കി എല്ലാം കൂടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും സമയം ആയിട്ടുള്ളൂ. നമ്മൾ ചായ വെച്ചു, പുട്ട് വെച്ചു, കടലക്കറി വെന്തു. സിമ്മിലൊന്ന് കിടക്കട്ടെ, കിടന്നിട്ട് ആ കടലയില ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പൊ ഒന്ന് കിടന്ന് തിളക്കണം കടലക്കറി അല്ലേ. അപ്പോഴാണ് അതിന്റെ മുളകും ഉപ്പും മല്ലിയും ഗരം മസാലയൊക്കെ കടലയെ പിടിച്ചൊന്ന് സെറ്റ് ആവണം. അപ്പൊ നമ്മുടെ വെന്റിലേഷനിലേക്ക് നോക്കി നേരം പുലർന്നു കേട്ടോ. വെളിച്ച സൂര്യപ്രകാശം വന്നു തുടങ്ങി. പക്ഷികൾ പറഞ്ഞാൽ നേരം നേരം വെളുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായി. നമ്മുടെ കടലക്കരയുടെ തീ ഓഫ് ചെയ്യാം. നല്ല കൊഴുപ്പായി, നല്ല കൊഴുത്ത കടലക്കറി ക്ലോസപ്പിൽ കാണിക്കാം. കടലക്കറി കാണിച്ച് കണ്ടോ, ഇത് നിങ്ങൾക്ക് എത്ര എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇതൊക്കെ കാണിക്കണം എന്തിനാ വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്തൊരു എളുപ്പമല്ലേ ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ എനിക്ക് വേണേലും കടലക്കറി അടുത്ത ദിവസം പോലെ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. അല്ലെങ്കിൽ പണ്ട് എനിക്ക് കുറെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു അമ്മയുടേതായിട്ടുള്ള സ്റ്റൈലില്. പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. പുട്ട് ഇത് അമ്മ ഇങ്ങനെ കുത്തുവാട്ടോ. ഇതെന്തിനാ കുത്തണം ചെയ്ത് മൊത്തം ഒന്നും ഞാൻ കൊണ്ടുപോകത്തില്ല. ഒരു കഷ്ണം പുട്ട് മാത്രമാണ് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. ഇതുപോലെ ഇത് പൊട്ടിച്ചു നോക്കാമേ. പൊട്ടിച്ചിട്ടില്ലേ പിന്നെ കട്ടിയായിട്ട് വേണ്ട, ഇത് മതി. ഒരു പകുതി കൂടെ വെക്കാം അതിന്റെ. കടലയില്ല, അപ്പൊ തിന്നോളും. നോക്കട്ടെ, അത്രയും വേണ്ട, അത്രയും ഇരിക്കണ്ടടാ. ഇതാണ് ഗൈസ് കൂടുതലായിട്ടുണ്ടോ എടുത്ത് മാറ്റിയത്. അത് മതി. അപ്പൊ ഇനി കടലക്കറിയും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് എടുക്കാട്ടോ. അപ്പൊ നമ്മുടെ അപ്പൊ ഇതിനകത്ത് തന്നെ ഇടുന്നത് അതിലൊന്നും വേണ്ടമ്മേ. ഒരു പഴം കൂടെ വെക്കട്ടെ എക്സ്ട്രാ, വെറുതെ വേണേ കഴിക്കാമല്ലോ അല്ലേ. കൃത്യം 3 പഴം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിട്ട് വെച്ചിരുന്നതാണ്. ബാക്കി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നോക്കിയേ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സംഭവം കണ്ടോ നിങ്ങള്. അപ്പൊ നമുക്കത് പുട്ടുണ്ട്, നമ്മുടെ പണ്ടത്തെ മരിച്ചുപോയ പ്രമോദല്ലായിരുന്നു മറ്റേ മരിച്ചുപോയ, പുട്ടുണ്ട്, അപ്പമുണ്ട് എന്നൊക്കെ പരസ്യത്തിലൊക്കെ പറയുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്, പിന്നെ അതൊരു പഴം എക്സ്ട്രാ. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരു കോമ്പിനേഷൻ വേണ്ടി പഴവും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് അടച്ചു, ഞാൻ പോകാൻ റെഡി ആവണു. ഇനി ഉച്ചക്കത്തെ ചോറിന് ഞാൻ ഈ കടലക്കറി ഒരു ഇച്ചിരി വേറെ ഇട്ടിന്റെ അകത്ത് കൊണ്ടുപോയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. പ്രഭാതം പുട്ട് വിടർന്ന് പുറത്ത് വെളിച്ചം വന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുട്ടും കടലയും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചില ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് ആയി പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കമന്റിന് ഷെയർ മറക്കരുത് അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ഇതുപോലത്തെ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.